ഹായ് ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ കുറേ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്. കുറച്ച് പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂടുതൽ പേരും കാണുന്നത്. 90% പേരും ഒന്ന് സഹായിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട്. ഞാനും ഒരു പക്ഷാഭേദമൊന്നും കാണിക്കാതെയാണ് വീഡിയോകൾ ഇടുന്നത്. ഒരു നടനും ഫേവർ ചെയ്തിട്ടല്ല ഇവിടെ ഒരു വീഡിയോ ഈ ചാനലിൽ വരുന്നത്. എല്ലാ നടന്മാർക്കും കൂടെ നെഗറ്റീവും വരുന്നുണ്ട്, പോസിറ്റീവും വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ 2 വീഡിയോകൾ നോക്കിയാൽ കാണാം. തുടരുന്നുള്ള സിനിമയുടെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ താഴെ ഞാൻ മോഹൻലാൽ ഫാനാണ്, പിന്നെ ബസ് മമ്മൂട്ടിയുടെയൊക്കെ വീഡിയോ ചെയ്തിട്ട് കുറേ മാസങ്ങളായി. പടങ്ങളില്ല ചെയ്യാൻ, പൊട്ടിയ പടങ്ങളാണ് അത്രയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം മോഹൻലാൽ ഫാനാണ് തൽക്കാലത്തേക്ക്. ഇനി മമ്മൂട്ടിയുടെ നല്ല സിനിമകൾ വരുമ്പം മമ്മൂട്ടിയുടെ നല്ല സിനിമകൾ വരുമ്പോഴത്തേക്കും ഞാൻ മമ്മൂട്ടി ഫാനാവും. മോഹൻലാലിൻ്റെ നല്ല സിനിമകൾ വരുമ്പോഴത്തേക്കും ഞാൻ മോഹൻലാൽ ഫാനാവും. അപ്പം അതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം 2 പേരുടെ ഫാനാണെന്നും 2 ഗ്രൂപ്പുകാരും എതിർത്ത് തന്നെ പറയണം. എങ്കിൽ മാത്രമേ എൻ്റെ ചാനലിലൊരു അർത്ഥം ഉണ്ടാവൂ. കാരണം അല്ലെങ്കിൽ ഞാൻ ഒരാളിൻ്റെ മാത്രം പക്ഷാഭേദം കാണിച്ച് നിൽക്കുന്നത് പോലെ ആവും. നല്ല സിനിമയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സിനിമയെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഒരു നടനും ഫേവർ ചെയ്തിട്ട് ഒരു വീഡിയോ ഇവിടെ വരില്ല. മോഹൻലാലിൻ്റെ പടം കൊള്ളൂലെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ പറയും. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ പടം കൊള്ളൂലെങ്കിൽ മമ്മൂട്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പടമാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് എമ്പുരാൻ ഞാൻ നെഗറ്റീവ് പറഞ്ഞത്. അപ്പോൾ എനിക്കിപ്പോൾ ആരുടെ അഭിപ്രായത്തിന് വേണ്ടി മാറി നിൽക്കാൻ പറ്റില്ല. പിന്നെ എമ്പുരാനെ നെഗറ്റീവ് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പോസിറ്റീവ് പറഞ്ഞു. കാരണം എനിക്ക് തെറ്റിപ്പോയി, കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞ റിവ്യൂ ഇട്ടെന്ന് വെച്ചാൽ ഒരു സിനിമയെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. അത് എത്രത്തോളം കയറി വരുന്നു അത്രത്തോളം വരട്ടെ. എന്നിട്ട് ആ സിനിമയുടെ അവസാന റണ്ണിങ് ടൈം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീണ്ടും ആ സിനിമയെക്കുറിച്ചുള്ള നെഗറ്റീവ് വാർത്തകൾ പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ ആ സിനിമയെ തകർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു എത്ര പേര് കാണാതെ പോയിരിക്കും. ഒരു കൂടിപ്പോയി 10-15 പേര് കാണാതെ പോയിരിക്കും. പക്ഷേ അവരുടെ പൈസ കൂടെ അവർക്ക് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അതിന് പിന്നെ പോസിറ്റീവ് പറഞ്ഞത്. അത് കഴിഞ്ഞ് അതിൻ്റെ റണ്ണ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിന് വീണ്ടും നെഗറ്റീവ് വാർത്തകൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും തുറന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവിടെ പെട്ടെന്ന് വാർത്തകൾ പറഞ്ഞു പോകാം. സംസാരിച്ച സമയം പോയി. നമ്മുടെ തുടരും എന്ന് പറഞ്ഞ സിനിമയ്ക്ക് 2ാം ഭാഗം ഉണ്ടാകില്ല എന്ന് തരുൺമൂർത്തി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് യഥാർത്ഥം വേണ്ടത്. കാരണം ഒരു ഡയറക്ടർ അങ്ങനെ പറയുന്നതിൽ അവരുടെ ആ ഒരു കോൺഫിഡൻസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഇനി ആ സിനിമയ്ക്ക് ഞാൻ 2ാം ഭാഗം ഒരുക്കൂല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു സിനിമ നല്ല രീതിയിൽ പോകുമ്പോഴത്തേക്ക് പിന്നെ ഉടനെ വേറെ കഥകളില്ലാതെ വിഷയദാരിദ്ര്യം കൊണ്ട് 2ാമത് 3ാമത് 4ാമത് നമ്മളിപ്പോൾ വീട് ഇടുന്നത് പോലെ വിഷയദാരിദ്ര്യം കൊണ്ട് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അതുപോലെ ആ സിനിമയ്ക്ക് തന്നെ 2ാമത് 3ാമത് ഇറക്കി ആ സിനിമയുടെ ലെവലിൽ തന്നെ താഴോട്ട് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു പോക്കല്ല പോകുന്നതെന്ന് തരുൺമൂർത്തി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഈ സിനിമയ്ക്ക് 2ാം ഭാഗത്തിൻ്റെ ആവശ്യമില്ല, അതിനുള്ള സാഹചര്യം ഇല്ല എന്ന് തരുൺമൂർത്തി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2ാമത്തെ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിനും 23-ാം തീയതി റിലീസാവുന്ന കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 സിനിമകളും ഒരു 50 കോടി ക്ലബ്ബിൽ മിനിമം എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട്. വേണമെങ്കിൽ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിൽ ഞാൻ ഉറപ്പിച്ച് പറയാം, ചിലപ്പം ഈ സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് അഭിപ്രായമാണെങ്കിൽ 100 കോടി രൂപയ്ക്ക് മുകളിൽ നേടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് മിന്നൽ മുരളി സീരീസിൽ വരുന്ന സിനിമയാണ്, മിന്നൽ മുരളി യൂണിവേഴ്സിൽ വരുന്ന സിനിമയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മിന്നൽ മുരളിയുടെ 3ാം ഭാഗം അല്ലെങ്കിൽ അടുത്ത് മറ്റേ ജാംബി എന്നൊക്കെ പറഞ്ഞ പടം ഒരു സോംബി സിനിമ, അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചൊരു യൂണിവേഴ്സാണ്. അപ്പോൾ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ട് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത് ജാംബി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഈ 2 മിന്നൽ മുരളിയിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിൽ നിന്നും വരെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ഈ ജാംബി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നല്ല സോംബി സിനിമയാണ്. അത് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് അതിൻ്റെയൊക്കെ ഒരു യൂണിവേഴ്സിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ സിനിമ നല്ല ഒരു അഭിപ്രായം നേടുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് ചുരുങ്ങിയത് 100 കോടി അടിക്കാനുള്ള സാധ്യതയുണ്ട്. ആവറേജിന് മുകളിലാണെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് 50 കോടി രൂപയ്ക്ക് മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ധ്യാനിൻ്റെ ആദ്യത്തെ 50 കോടി ക്ലബ്ബ്, ധ്യാനിൻ്റെ ധ്യാൻ ഒറ്റയ്ക്ക് വരുന്ന സിനിമയിൽ 50 കോടി ക്ലബ്ബ് ധ്യാനിന് നേടാനുള്ള സാധ്യതയുള്ള സിനിമ തന്നെയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. പിന്നെ നരിവേട്ട ഇറങ്ങിയാലും ഉജ്ജ്വലിന് ഇറങ്ങിയാലും ഒറ്റ കൊമ്പനെ പിടിച്ച് കെട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൊമ്പൻ അങ്ങനെ വയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നു 22-ാം തീയതി അതിൻ്റെ OTT റിലീസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. നേരത്തെ എഗ്രിമെൻറ്റ് ഒപ്പിട്ടതാണെന്നൊക്കെ പറയുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ ഇറങ്ങാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്. കാരണം ഇപ്പോഴും 2 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ ദിവസവും കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഇനി ഒരു 7 ദിവസം കൊണ്ട് ഒരു 14 കോടി രൂപ നേടിയാലും എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരു 125 കോടി രൂപ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു 120 കോടി രൂപ മിനിമം കളക്ട് ചെയ്യുന്ന ഒരു സിനിമ, മലയാള സിനിമ, ഈ റെക്കോർഡ് ഇനി മറികടക്കണമെങ്കിൽ ഇനിയും ലാലേട്ടൻ തന്നെ വരേണ്ടി വരും. കാരണം മമ്മൂട്ടി സിനിമയ്ക്ക് എന്തായാലും പറ്റുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ വരാൻ സാധ്യതയുള്ളത് ഫഹദ് ഫാസിൽ, ടോവിനോ, അങ്ങനെയുള്ള ദുൽഖർ സൽമാൻ ചിലപ്പോൾ നല്ല ചാൻസ് ഉണ്ട്. ദുൽഖർ സൽമാൻ ഒരു നല്ലൊരു പോസിറ്റീവ് അഭിപ്രായമുള്ള സിനിമ വന്നു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് നല്ല റെക്കോർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം മോഹൻലാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ദുൽഖർ സൽമാനാണ് ക്രൗഡ് പുള്ളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ദുൽഖർ സൽമാന് മാത്രമേ ഈ റെക്കോർഡ് മറികടക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വാർത്തകൾ 3 തുടരുമെന്ന് പറഞ്ഞ സിനിമയ്ക്ക് 2ാം ഭാഗം ഉണ്ടാവില്ലെന്ന് തരുൺമൂർത്തി ഉറപ്പിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നരിവേട്ടയും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിനും 50 കോടി മിനിമം നേടുമെന്ന് നമ്മൾ പറയുകയാണ് ഉറപ്പിച്ച്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിൻ്റെ കാര്യത്തിൽ 100 കോടി വരെ എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നരിവേട്ട എനിക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ. ആവറേജിന് മുകളിലാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നല്ല ഹിറ്റാണെങ്കിൽ മാത്രമേ 50 കോടിക്ക് മുകളിൽ പോകുള്ളൂ, അല്ലെങ്കിൽ സിനിമ താഴോട്ട് വരാൻ. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ
മിനിമം 50 കോടി ക്ലബ്ബിൽ ഇടം നേടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. വലുതായിട്ട് വലിച്ച് നീട്ടിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചാൽ കൊള്ളാം. ഓക്കെ, നന്ദി, നമസ്കാരം.